ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നെന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് രാവിലെ മുതലേ മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ അതികനത്ത മഴയാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു 4:30 മണിയാകുമ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. ആ സമയം മുതലേ ഇവിടെ ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ. പുറത്തിറങ്ങാൻ പറ്റാത്ത അങ്ങനെയുള്ള മഴ. കണ്ടില്ലേ റോഡിൻ്റെ അവസ്ഥ? ഏകദേശം ഞാനൊരു 4:30 മണിക്ക് എണീറ്റുണ്ടാവും. ആ സമയം മുതലേ ഇവിടെ മഴ തന്നെ കേട്ടോ. ഈ ഒരു 10 മണി 10:30 മണിയാകുന്ന സമയത്തും മഴ നിന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്തിട്ടൊന്ന് നോക്കി. ആ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് കോഴിക്കോട് രാവിലെ മുതൽ കനത്ത മഴ. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റോഡൊക്കെ കുത്തിയൊലിച്ച് താഴോട്ട് പോയി. കണ്ടില്ലേ റോഡിൻ്റെ അവസ്ഥ? അങ്ങനെയാണ് ഞാൻ ആ വാർത്ത കാണുന്നത്. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനൊന്ന് വായിച്ചു നോക്കി. കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലും തീരദേശങ്ങളിലും രാവിലെ മുതൽ കനത്ത മഴ എന്നാണ് പറയുന്നത്. കോഴിക്കോട് അടക്കമുള്ള 3 ജില്ലകളിൽ കനത്ത മഴയാണെന്നാണ് ആ ഒരു വാർത്തയിൽ ഞാൻ കണ്ടത്. കോഴിക്കോട് അടക്കമുള്ള 3 ജില്ല എന്ന് പറയുമ്പോൾ വടക്കോട്ടുള്ള 3 ജില്ല, ആ 3 ജില്ലകളിലും കനത്ത മഴയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എന്നുകൂടി ആ ഒരു വാർത്തയിൽ കണ്ടു. അപ്പോൾ ഇന്ന് രാവിലെ അതിരാവിലെ മുതലുള്ള ഈ കനത്ത മഴയെ തുടർന്നിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന് ആ ന്യൂസിൽ കാണുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, രാവിലെ മുതൽ തുടങ്ങിയ മഴയാണല്ലോ. ഞാൻ എണീറ്റ സമയത്ത് 4:30 മണിക്കുണ്ട് മഴ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഇന്നും ഒരു പ്രത്യേക ഭയങ്കര മഴയാണല്ലോ, ഇന്ന് പുറത്തിറങ്ങാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഈ ന്യൂസ് തന്നെ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിരാവിലെ തുടങ്ങിയ ഈ കനത്ത മഴയെ തുടർന്നിട്ട് റോഡുകളിൽ പലയിടങ്ങളിലായിട്ടും വെള്ളക്കെട്ടുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് എന്ന് കൂടെ ആ ഒരു ന്യൂസിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. കാരണം റോഡുകളിലൊക്കെ വെള്ളക്കെട്ടുണ്ടാകുന്ന സമയത്ത് അറിയാലോ, വണ്ടി പോകുന്ന സമയത്ത് നമുക്കറിയില്ല എവിടെയാണ് കുഴിയുള്ളതെന്നും എവിടെയാണ് ഗട്ടറുള്ളതെന്നും നമുക്കറിയില്ല. വെള്ളം നിറഞ്ഞെടുക്കുന്ന സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് പോകുന്ന ആളുകളൊക്കെ ഒന്ന് സ്പീഡ് കുറച്ചിട്ട് ഒക്കെ യാത്ര ചെയ്യുക എന്നുമാണ് ഞാൻ പറയുന്നത്. ഞാൻ പോകുമ്പോഴും, ഞാൻ അഥവാ മേബി ഞാൻ പുറത്ത് പോവുകയാണെങ്കിലും ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ എല്ലാവരും പോകുന്ന സമയത്ത്, വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് ഈ വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് സ്ലോ ആയിട്ട് യാത്ര ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. അപ്പോൾ എൻ്റെ വീട്ടിനടുത്ത് വീഴുന്ന മഴയും ആ റോഡിൻ്റെ അവസ്ഥയും ഞാനൊന്ന് കാണിക്കാം. അതുകൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം. ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ ഈ റോഡിൻ്റെ അവസ്ഥ ഞാൻ ഇപ്പോൾ ഉള്ള അവസ്ഥ കേട്ടോ, ഈ ഒരു സമയത്ത് ഉള്ളൊരവസ്ഥ. ഇപ്പോൾ മഴ കുറച്ച് കുറവുണ്ട്. അപ്പോൾ എന്നാലും നമ്മുടെ ഇങ്ങോട്ടുള്ള ആ ഒരു ഭാഗം ഞാൻ ഇന്ന് കാണിക്കാം.